എക്സ്ക്യൂസ് മീ. നിങ്ങൾ ഞാൻ തന്നെ. ഇന്നലെ നമ്മൾ കണ്ടിരുന്നില്ലേ? എൻ്റെ മോളുടെ കാര്യം ഓർക്കുന്നില്ലേ? ഞാൻ അവളുടെ ഫോട്ടോയും കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ? എത്ര സുന്ദരിയാണ്! എന്തൊരു ഫോട്ടോ ജനിക്കല്ലേ? താങ്കൾ പ്ലീസ് പ്ലീസ് ഇവൾക്ക് ഒരു ചാൻസ് കൊടുക്കൂ. എങ്കിൽ ഞാൻ ആ സഹായം ഒരു കാലത്ത് മറക്കില്ല. ഒരു തവണ ചാൻസ് കൊടുക്കൂ സാർ. നോക്കൂ, ഈ ഫോട്ടോ ഞാൻ ഇവിടെ വെച്ചിട്ട് പോകേ. മാനേജർ സാറേ, ആരുമില്ല ഇവിടെ. മാനേജർ സാറേ, ആ സ്ത്രീ ഇന്ന് വീണ്ടും വന്നിരുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. മാനേജർ സാർ, ഇന്നലെ ഞാൻ എൻ്റെ മുറിയിൽ വിശ്രമിക്കുമ്പോൾ പെട്ടെന്ന് മുറിയിൽ ഒരു സ്ത്രീയുടെ ശബ്ദം കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഏകദേശം 40-40 വയസ്സുള്ള ഒരു സ്ത്രീ അതാ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. അവരുടെ മകൾക്ക് ഹീറോയിൻ ആകണമത്രേ. അവർ പുറത്തേക്ക് പോയപ്പോൾ ഞാൻ അവരെ പിന്തുടർന്നു. പക്ഷെ അവർ ഡിസപ്പിയർ ആയി. അതെന്റെ തോന്നലാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ആ സ്ത്രീ ഇന്ന് വീണ്ടും വന്നിരുന്നു. ഇന്ന് ഞാൻ അവരെ പിന്തുടർന്നു. അവർ പഴയ പോലെ അപ്രത്യക്ഷമായ. സാർ, ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല. 2 മണിക്കൂറായി ഞാൻ തന്നെയായിരുന്നു റിസപ്ഷനിൽ. സാറേ, ഇതിനിടയിൽ ഒരാളും സാറിന് അന്വേഷിച്ചു വന്നിട്ടില്ല. അക്കാര്യം ഉറപ്പാണെന്നേ. അപ്പൊ ഞാൻ പറഞ്ഞല്ല നുണയാണെന്നോ? അല്ല വിജയ് സാറേ, അങ്ങനെയല്ല. നോക്കൂ, സാറ് പറഞ്ഞ സംഭവത്തിൽ എന്തോ ഒരു പന്തികേടുണ്ട്. അപ്പൊ ആരും എന്നെ കളിപ്പിക്കാൻ നോക്കി എന്നാണ് എനിക്ക് തോന്നുന്നത്. കളിപ്പിക്കേ? അതെ മാനേജർ സാർ, ഞാൻ വാതിൽ ലോക്ക് ചെയ്തിരുന്നു. ഡ്യൂപ്ലിക്കേറ്റ് കീ കയ്യിലുള്ളവർക്കേ വാതിൽ പുറത്തു നിന്ന് തുറക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഉറപ്പല്ലേ? ഒരു മിനിറ്റ് സാറേ, ഒരു മിനിറ്റ്. സാറ് പറഞ്ഞ കാര്യം സത്യമാണെങ്കിൽ ഞാനിപ്പോ തന്നെ ഈ ഹോട്ടലിലെ എല്ലാ ലേഡി സ്റ്റാഫിനെയും വിളിച്ചു വരുത്താം. സാറ് കണ്ട ആ സ്ത്രീ എന്റെ സ്റ്റാഫ് ആണെങ്കിൽ ഞാൻ അവരെ സാറിന്റെ മുന്നിൽ വെച്ച് പോലീസിൽ ഏൽപ്പിക്കും. വരൂ, എനിക്കും വരൂ, വരൂ. ഡിസൂസ, വേഗം തന്നെ ഇപ്പോൾ ഡ്യൂട്ടിയിലുള്ള എല്ലാ ലേഡി സ്റ്റാഫിനെയും ലോബിയിലേക്ക് വിളിച്ചു വരുത്തൂ. ഇപ്പൊ തന്നെ, ഇമ്മീഡിയറ്റ്ലി. വിജയ് സാർ, സത്യം ഉടനെ തന്നെ പുറത്തു വരും. റിലാക്സ്, പ്ലീസ്. വരൂ, വരൂ വിജയ് സാർ, വരൂ പ്ലീസ്. വരൂ വിജയ് സാർ, വരൂ. ഈ ഹോട്ടലിലെ ലേഡി സ്റ്റാഫ് എല്ലാം തന്നെ നിൽക്കുന്നു. ഇനി പറയൂ, ഇവരിൽ ആരെങ്കിലും ആണോ? അല്ല മാനേജർ സാർ, ഇവരാരും തന്നെയല്ല. നിങ്ങൾ പോയിക്കോളൂ. വിജയ് സാർ, ഞങ്ങളുടെ ഹോട്ടൽ തുടങ്ങിയിട്ട് 6 കൊല്ലമായി. ഈ 6 കൊല്ലം കൊണ്ട് ഞങ്ങൾ നല്ല റെപ്യൂട്ടേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ഹോട്ടലിൽ വരുന്ന കസ്റ്റമേഴ്സ് ആരായാലും ഒരുവിധ ബുദ്ധിമുട്ട് അവർക്കുണ്ടാവുന്ന ഞങ്ങളുടെ ലക്ഷ്യം. ഇത്തരം ഒരു പ്രവൃത്തി ഞങ്ങളുടെ ഹോട്ടലിൽ ഒരാൾക്കും ചെയ്യാനാവില്ല സാർ. പക്ഷെ മാനേജർ സാർ, പിന്നെ എന്റെ റൂമിൽ വന്ന സ്ത്രീ ആരായിരുന്നു? അത് താങ്കൾക്ക് തോന്നിയതായിരിക്കും. വല്ല സ്വപ്നോ മറ്റോ കണ്ടതായിരിക്കും. അത് തോന്നലല്ല മാനേജർ സാർ. ആ സ്ത്രീ അവരുടെ മകളുടെ ഫോട്ടോ എനിക്ക് തന്നിരുന്നു. ഫോട്ടോ? സാർ എന്റെ കൂടെ വരൂ, ഞാൻ ആ ഫോട്ടോ കാണിച്ചു തരാം. വരൂ.
വരൂ മാനേജർ സാർ, ഞാൻ അവരെന്ന ഫോട്ടോ കാണിച്ചു തരാം. ഇവിടെയാ ഫോട്ടോ. അതിവിടെ ഉണ്ടായിരുന്നല്ലോ. മാനേജർ സാർ, ഞാൻ പറഞ്ഞ എല്ലാം സത്യമാണ്. ആ ഫോട്ടോ ഇവിടെ ഉണ്ടായിരുന്നു. ആ സ്ത്രീയാണ് എനിക്കത് തന്നത്. വിജയ് സാർ, പറയുന്നതുകൊണ്ട് വിഷമം തോന്നരുത്. അപസർപ്പക നോവലുകൾ വായിച്ചാൽ വായനയ്ക്ക് ശേഷം അതിന്റെ ഹാങ് ഓവർ മാറാൻ സമയമെടുക്കും. അത് സ്വാഭാവികമാണെന്നേ. സാറ് കണ്ടതെല്ലാം വെറും തോന്നൽ മാത്രമാണെന്ന് എനിക്ക് ഉറപ്പായി. വെറും തോന്നൽ. നൗ റിലാക്സ്. ഞാൻ പിന്നെ വരാം.